ഹായ് ഓൾ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഗണിത് പ്രകാശിലെ ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 7 പേജ് നമ്പർ 176 പ്രൊപ്പോർഷണൽ റീസണിങ്ങിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Anak mixed 600 ml of orange juice with 900 ml of apple juice to make a fruit drink. Write the ratio of orange juice to apple juice in its simplest form. അനക്ക് എന്ത് ചെയ്യുവാണ്? 600 ml ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ 900 ml ആപ്പിൾ ജ്യൂസും കൂടി മിക്സ് ചെയ്തൊരു ഫ്രൂട്ട് ഡ്രിങ്ക് ഉണ്ടാക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഓറഞ്ച് ജ്യൂസിൻ്റെയും ആപ്പിൾ ജ്യൂസിൻ്റെയും റേഷ്യോ എഴുതുക, അത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 600 ml. അതുപോലെ തന്നെ ആപ്പിൾ ജ്യൂസിൻ്റെയും ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 900 ml. ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 600/900 രണ്ടിലും സീറോസ് ഉണ്ട്, ആ രണ്ട് സീറോസും ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 6/9 കിട്ടി. ഇനി ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനായിട്ട് ഈ രണ്ട് നമ്പറിൻ്റെയും കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6/3 2 കിട്ടും, 9/3 3 കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആയിരിക്കും വന്നത്. അപ്പം ആപ്പിൾ ജ്യൂസിൻ്റെയും ഓറഞ്ച് ജ്യൂസിൻ്റെയും ആപ്പിൾ ജ്യൂസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആയിരിക്കും. ഇനി നമുക്കുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇയർ വി ഹയർഡ് 3 buses ഫോർ എ സ്കൂൾ ട്രിപ്പ്. വി ഹാഡ് എ ടോട്ടൽ ഓഫ് 162 സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഹു വെൻറ്റ് ഓൺ ട്രിപ്പ് ആൻഡ് ഓൾ ദ ബസ്സസ് വർ ഫുൾ. ദിസ് ഇയർ വി ഹാവ് 204 സ്റ്റുഡൻസ്. ഹൗ മെനി ബസ്സസ് വിൽ വി നീഡ്? അപ്പോൾ കഴിഞ്ഞ വർഷം പോയപ്പോൾ സ്കൂൾ ട്രിപ്പിന് 3 ബസ്സസ് വേണം. അതിൻ്റെ അകത്ത് 162 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. 3 ബസ്സസിലും കൂടി ടോട്ടൽ 162 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. പിന്നെ ടീച്ചേഴ്സ് എല്ലാം കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്, പക്ഷെ നമ്മൾ സ്റ്റുഡൻസിൻ്റെ നമ്പർ മാത്രമേ നോക്കണുള്ളൂ. അങ്ങനെ ആ ബസ് ഫുള്ളായി. പക്ഷേ ഈ ഇയറിൽ അതിൻ്റെ അകത്ത് 204 സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര ബസ് വേണം? 3 ബസ്സിലാണ് 162 സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു ബസ്സിൽ എത്ര സ്റ്റുഡൻ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്? 162 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഒരു ബസ്സിൽ 54 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. 3 ബസ്സിലാണ് 162 സ്റ്റുഡൻസ്. അപ്പോൾ ഒരു ബസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഒരു ബസ്സിൽ അപ്പോൾ 54 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പോൾ 2 ബസ്സസിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും? 54 × 2. 54 × 2 ചെയ്യാൻ നേരത്ത് നമുക്ക് 108 കിട്ടും. അങ്ങനെയാണെങ്കിൽ 3 ബസ്സസിൽ എത്രയാണ്? ഓൾറെഡി 3 ബസ്സസിൻ്റെ തന്നിട്ടുണ്ട്, അത് 162 സ്റ്റുഡൻസ്. അപ്പോൾ 4 ബസ്സസിൽ എത്രയായിരിക്കും ഉണ്ടാവുന്നത്? 54 × 4. 54 × 4 ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത് 216. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം, നോക്കിക്കേ, ഈ വർഷം എത്ര സ്റ്റുഡൻസേ ഉള്ളൂ? 204 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പോൾ 4ാമത്തെ ബസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് 216 സ്റ്റുഡൻസിനെ കൊള്ളിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര ബസ് വേണം? 4 ബസ്സസ് വേണം. പക്ഷെ അത് ഫുള്ളാണോ? ഫുള്ളല്ല. കാരണം എന്താ? നമുക്കത് ഈ വർഷം ടൂർ പോകാൻ 204 സ്റ്റുഡൻസേ ഉള്ളൂ. പക്ഷേ നമുക്കിടെ ബസ്സിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 216 ആണ്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതാൻ പറ്റും 216 - 204. 12 സ്റ്റുഡൻസ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ 12 സ്റ്റുഡൻസിനെയും കൂടി അതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വിൽ ദ ബസ് ബി ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതിൻ്റെ അകത്ത് ബസ് ഫുള്ളല്ല. കാരണം 12 കുട്ടികൾക്കുള്ള സീറ്റും കൂടി അതിൻ്റെ അകത്തുണ്ട്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ഓഫ് ഡൽഹി ഈസ് 1484 km² ആൻഡ് ദ ഏരിയ ഓഫ് മുംബൈ ഈസ് 550 km². Population of Delhi is approximately 30 million and population of Mumbai it is 20 million. Which city is more crowded and why do you say so? നമുക്കിടെ ഡൽഹിയിലെ ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1484 km² ആണ്. അതുപോലെ തന്നെ മുംബൈയുടെയും ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 550 km² ആണ്. ഇനി ഡൽഹിയിലെ പോപ്പുലേഷൻ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കണേ? അപ്രോക്സിമേറ്റ്ലി 30 മില്യൺ പോപ്പുലേഷൻ ഡൽഹിയിലുണ്ട്. ഇനി മുംബൈയിൽ എത്ര ആൾക്കാരുണ്ട്? മുംബൈയിൽ അപ്രോക്സിമേറ്റ്ലി 20 മില്യൺ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സിറ്റിയാണ് കൂടുതൽ ക്രൗഡഡ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ കാരണം? അപ്പം നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ
ഈ എത്ര പേരുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ, പോപ്പുലേഷൻ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് പോപ്പുലേഷൻ ബൈ ഏരിയ ആണ് ചെയ്യണത്. അപ്പോൾ പോപ്പുലേഷൻ ബൈ ഏരിയ ചെയ്യാൻ നേരത്തെ നമുക്ക് മുംബൈയിൽ നമുക്ക് കിട്ടണ എന്താ 550/20യും പിന്നെ ഡൽഹിയിൽ നമുക്ക് കിട്ടണത് 1484 ഏരിയയും അതുപോലെ തന്നെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 30 മില്യനുമാണ് വന്നത്. ഇത് എളുപ്പത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയല്ലാതെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം. ഇപ്പം റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഡൽഹിയിലെ പോപ്പുലേഷൻ ഡൽഹിയിലെ ഏരിയ എന്ന് പറയുന്നത് 1484ഉം അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 30യുമാണ്. ഇനി മുംബൈയിൽ നമുക്ക് തന്നിട്ടുണ്ട് ഏരിയ ഓഫ് മുംബൈ എന്ന് പറയുന്നത് 550 km². ഇവിടെ നമുക്ക് പോപ്പുലേഷൻ അറിയില്ല എന്നിരിക്കട്ടെ, അറിയില്ലെങ്കിൽ നമുക്ക് എഡ്സ് ഇടാലോ. ഇനി നമുക്ക് ഈ എഡ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്രോസ് ചെയ്യാൻ നേരത്തെ നമുക്ക് കിട്ടും 1484 ഇൻറ്റു എഡ്സ് ഇസ് ഈക്വൽ ടു 550 ഇൻറ്റു 30. അപ്പോൾ എഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 550 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 1484 ഇൻറ്റു 1484 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 11.11 എന്നാണ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയുടെ പോപ്പുലേഷൻ നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയാണ്? 11.11. അപ്രോക്സിമേറ്റ്ലി ഒരു 11 മില്യൺ പോപ്പുലേഷനാണ് വന്നത്. പക്ഷെ മുംബൈയിൽ ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 20 മില്യൺ ആണ് തന്നിരിക്കുന്നത്. 20 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ ഡൽഹിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയാണ് കൂടുതൽ? മുംബൈയിലാണ് കൂടുതൽ. അപ്പം ഏറ്റവും കൂടുതൽ ക്രൗഡഡ് സിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ആണ്. കാരണം നമ്മൾ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 11.11 മില്യൺ ആണ് വന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും the population of Mumbai is more crowded because its population density is higher. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, പോപ്പുലേഷൻ ബൈ ഏരിയ രണ്ടിടത്തേയും കണ്ടുപിടിക്കാം. ഡൽഹിയിലെയും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ മുംബൈയിലെയും കണ്ടുപിടിക്കാം. ഡൽഹിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് മുംബൈയിൽ കിട്ടുന്നത്. ഡൽഹിയിൽ നമുക്ക് 20,215 മുംബൈയിൽ നമുക്ക് കിട്ടുന്നത് 36,363 ആണ് വന്നത്. ഇത് ഡൽഹിയുടെയാണ് വന്നത്, ഇത് മുംബൈയുടെയാണ് വന്നത്. ഏത് മെത്തേഡ് വെച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അനുസരിച്ച് പോപ്പുലേഷൻ ബൈ ഏരിയ വെച്ച് ചെയ്യാം. 30 മില്യനും 20 മില്യനും വെച്ച് ചെയ്യാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. A crane of height 155 cm has its neck and the rest of its body is in the ratio 4:6. For your height, if your neck and the rest of the body also had this ratio, how tall would your neck be? നമുക്കിവിടെ കൊക്കുണ്ടല്ലോ, കൊക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് തന്നിട്ടുണ്ട് 155 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ആ റെസ്റ്റ് ഓഫ് ദ ബോഡിയും നെക്കും കൂടി ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 4:6. അപ്പോൾ നെക്കിൻ്റെ ഇത് 4x അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ദ ബോഡിയുടെ ഇതെന്ന് പറയുന്നത് 6x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബോഡിയുടെ ഹൈറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഹൈറ്റും സെയിം റേഷ്യോ തന്നെയാണ് വന്നത്. ആദ്യം നമുക്ക് ഈ ക്രെയിനിൻ്റെ നെക്കിൻ്റെ നെക്കിന് എന്തോരം നീളം ഉണ്ടെന്നും ബോഡിക്ക് എന്തോരം നീളം ഉണ്ടെന്നും നോക്കാം. അപ്പോൾ ടോട്ടൽ റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 4ഉം 6ഉം കൂടി ആഡ് ചെയ്യണം. 4ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 10 കിട്ടും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ക്രെയിൻ എന്ന് പറയുന്നത് 155 സെൻറ്റിമീറ്റർ ആണ്. റേഷ്യോ തന്നിട്ടുണ്ട് 4:6 ആണ്. അപ്പോൾ സം ഓഫ് ദ റേഷ്യോസ് എന്ന് പറയുമ്പോൾ 4 + 6 10 കിട്ടും. ഇനി നമുക്ക് നെക്കിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യണേ? നെക്കിൻ്റെ റേഷ്യോ ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റേഷ്യോ ഇൻറ്റു ടോട്ടൽ ഹൈറ്റ്. അപ്പോൾ 4/10 ഇൻറ്റു 155. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ഹൈറ്റ് 62 സെൻറ്റിമീറ്റർ ആണ് കിട്ടും. ഇനി നമുക്ക് റെസ്റ്റ് ഓഫ് ദ ബോഡിയുടെ കണ്ടുപിടിക്കാനായിട്ട് 6 ഗിവൻ റേഷ്യോ ഓഫ് ബോഡി ദാറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 155. അത് സോൾവ് ചെയ്ത് നോക്കാം. അത് സോൾവ് ചെയ്യാൻ നേരത്തെ നമുക്ക് 93 ആണ് കിട്ടും. അപ്പം നെക്കിൻ്റെ ഹൈറ്റ് 62 സെൻറ്റിമീറ്ററും ബോഡിയുടെ ഹൈറ്റ് 93 സെൻറ്റിമീറ്ററും ആണ് വന്നത്.
ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 155 തന്നെ കിട്ടിക്കോളും. ഇനി നമുക്കുടെ ഹൈറ്റ് അല്ലേ ചോദിച്ചേക്കണേ, ഓരോരുത്തർക്കും ഓരോ ഹൈറ്റ് ആയിരിക്കും വന്നത്. ഇപ്പം എൻ്റെ ഹൈറ്റ് ഞാൻ 165 ആയിട്ട് എടുക്കുമെന്നിരിക്കട്ടെ. 165 ആണ് എൻ്റെ ഹൈറ്റ് എങ്കിൽ, ടോട്ടൽ ഹൈറ്റ് 165 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ നെക്ക് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വന്നത്? ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഹൈറ്റ് റേഷ്യോ എടുക്കാം കേട്ടോ. ഫോർ യുവർ ഹൈറ്റ്, if your neck and rest of the body also had this ratio, സെയിം റേഷ്യോ തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 4:6 എന്നുള്ള സെയിം റേഷ്യോ തന്നെയാണ് വന്നെങ്കിൽ നമ്മൾ 4/10 ഇൻറ്റു 165 എത്രയാണെന്ന് നോക്കും. 4നെ 10നെ കട്ട് ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടും. 2/5 ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 66 സെൻറ്റിമീറ്റർ. അപ്പം എൻ്റെ ടോട്ടൽ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ നെക്ക് എന്ന് പറയുന്നത് 66 ആണ് കേട്ടോ. ഇനി ബോഡിയുടെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 6/10 ഇൻറ്റു 165 എന്നാണ് വന്നത്. അത് സോൾവ് ചെയ്യുമ്പോൾ എൻ്റെ ബോഡിയുടെ ബാക്കി റെസ്റ്റ് ഓഫ് ദ ബോഡിയുടെ ഹൈറ്റ് കിട്ടും. അപ്പം നമ്മൾ വേണമെങ്കിൽ ഇതിനെ സിംപ്ലസ്റ്റ് ഫോം 3/5 എന്നുള്ള സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 165 ഇൻറ്റു 6/10 ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ആൻസർ വരുമ്പോൾ 99. അപ്പം എൻ്റെ ബോഡിയുടെ ബാക്കിയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 99 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. Let us try an ancient problem from Leelavati. At that time, weights were measured in a unit named palas and niskas was the unit of money. പണ്ട് കാലങ്ങളിൽ ഈ മണി കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് പലാസ് നിസ്കാസ് എന്ന് പറയുന്ന മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അപ്പം അവരൊരു റേഷ്യോ പറഞ്ഞിരിക്കുകയാണ്. ഇഫ് 2 1/2 palas of saffron cost 3/7 niskas. Oh, expert businessman, tell me quickly what quantity of saffron can be bought for 9 niskas. 2 1/2 palas of saffronന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 3/7 നിസ്കാസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 നിസ്കാസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. 9 നിസ്കാസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ യൂണിറ്ററി മെത്തേഡ് വെച്ച് 1 നിസ്കാസിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇതിന് നമുക്ക് തിരിച്ച് എഴുതാം. എങ്ങനെ എഴുതാം? 3/7 നിസ്കാസ് എന്ന് പറയുന്നത് 2.5 പലാസ് ആണ് വന്നത്. അപ്പം 2.5 പലാസ് കിട്ടണമെങ്കിൽ നമ്മൾ 3/7 നിസ്കാസ് അത്രയാണ് അതിൻ്റെ കോസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ 1 നിസ്കാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വന്നത്? 2 1/2 ഡിവൈഡഡ് ബൈ 3/7. ഈ 2 1/2 മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ഇംപ്രോപ്പറിലേക്ക് മാറ്റണം. 2 1/2 എന്ന് പറയുമ്പോൾ 2 × 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 4 + 1 എന്ന് പറയുമ്പോൾ 5/2. അപ്പോൾ ഇത് നമുക്ക് 5/2 ഡിവൈഡഡ് ബൈ 3/7 എന്നാണ്. ഇനി 3/7ൻ്റെ റെസിപ്രോക്കൽ എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ 5/2 ഇൻറ്റു 7/3 എന്നുണ്ട്. ഇത് 1 നിസ്കാസിൻ്റെ ആണ് പറഞ്ഞിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് നമുക്ക് 1 നിസ്കാസ് ഉപയോഗിച്ച് എന്തോരം ക്വാണ്ടിറ്റി വാങ്ങിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 35/6 പലാസ് ഓഫ് സാഫ്രോൺ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി നമുക്ക് എത്രയാണ് ചോദിച്ചേക്കണേ? 9 നിസ്കാസിന് നമ്മൾ 9 നിസ്കാസ് കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സാഫ്രോൺ കിട്ടും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 35/6നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 100. സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. ഈ 9നെയും 3നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3നെ എഴുതാം. അപ്പോൾ 3 × 5 × 7 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 105/2 എന്ന് കിട്ടും. അതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 52 1/2 പലാസ് ഓഫ് സാഫ്രോൺ കിട്ടും. അപ്പം 9 നിസ്കാസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 52.5 പലാസ് ഓഫ് സാഫ്രോൺ കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു നിസ്കാസിന് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് സാഫ്രോൺ കിട്ടുമെന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് 9 നിസ്കാസിന് എത്ര ക്വാണ്ടിറ്റി ഓഫ് സാഫ്രോൺ കിട്ടുമെന്നാണ് ഫൈനലി കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. ബൈ.